അതേപോലെ ഇപ്പോൾ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ നിങ്ങൾ പഠിച്ചതുപോലെ നമുക്ക് തീർച്ചയായും കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഭാഗമാണ് ഈ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഇത് മോഡലിനെ മറ്റും നിങ്ങൾക്ക് ചോദിച്ചിട്ട് തോന്നുന്നു കുട്ടികൾ മാർക്ക് കളയും. നിങ്ങൾ ഇത് കണ്ടിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കരുത്. പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ, സ്ക്വയർ റൂട്ട് വന്നാൽ പിന്നെ അത് പാർഷ്യൽ ഫ്രാക്ഷൻ അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇതൊരു പ്രത്യേക ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഫോമിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റഗ്രൽ px + q √ ax² + bx + c. അതായത് പൊന്നുമക്കളെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷനിൽ ചെയ്ത പോലെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത പോലെ ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അപകടം സംഭവിക്കും. ഇതങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞുതരാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്റർ. എന്താ ന്യൂമറേറ്റർ? px + q. px + q is equal to a into ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പലരും പറയും. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ അല്ല, ഈ റൂട്ടിനകത്ത് കിടക്കുന്നത്. ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ റൂട്ടും കൂടി വരും. റൂട്ടിനകത്ത് കിടക്കുന്ന സാധനം, ഡിനോമിനേറ്ററിൽ തന്നെ റൂട്ടിനകത്ത് കിടക്കുന്ന സാധനം കണ്ടോ, പ്ലസ് ബി. ഇത് ഇങ്ങനെ എഴുതണം. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയതും നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇതിൽ മാർക്ക് ലൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ഇത് കുറച്ച് പണിയുണ്ട്. പാർഷ്യൽ ഫ്രാക്ഷൻ പോലെ ഈസി അല്ല. അതുകൊണ്ടാണ് സാർ ഈ വീഡിയോ എടുത്തിട്ടത്. നോക്കി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ മക്കളെ? തന്ന ക്വസ്റ്റ്യൻ ഈ റൂട്ട് കണ്ടതും ആലോചിക്കണം, നമുക്ക് ട്രാപ്പാണ്. ഇത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട്, പാർഷ്യൽ ഫ്രാക്ഷൻ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവർ തരുന്ന ട്രാപ്പാണ്. ശരിക്കും ഈ അടുത്ത കാലത്തൊന്നും ചോദിച്ചിട്ടില്ല. ഇത് 2017 PYQ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പണി തരാൻ എടുത്തിട്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ആവട്ടെ. അപ്പോൾ ഈ റൂട്ട് കണ്ടതും അവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഈ റൂട്ട് കണ്ടാൽ മേലെ ഒരു px + q ഫോമും കണ്ടാൽ ഇതാണ് ഫോർമാറ്റ്. അപ്പോൾ ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ A ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ അല്ല, ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്തുള്ള സാധനം. ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ റൂട്ടും കൂടി എടുക്കണമല്ലോ. d/a ഇൻറ്റു d/ഡെറിവേറ്റീവ് ഓഫ് റൂട്ടിനകത്തുള്ള സാധനം പ്ലസ് ബി അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് നോക്കിയേ. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂസ് കാണാം. ഇത് എഴുതിയ ശേഷം എയുടെയും ബിയുടെയും വാല്യൂസ് അതെങ്ങനെയാണെന്നൊക്കെ സാറ് പറഞ്ഞുതരാം. ഇത് ചെയ്തിട്ട് ഫൈൻഡ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. ഈ ഫോർമാറ്റിലേക്ക് എഴുതിയിട്ട് എയുടെയും ബിയുടെയും വാല്യൂസ് കാണുക. വാല്യൂസ് കണ്ട ശേഷം നിങ്ങൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതണം വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞുതരാം. നോക്കിക്കോ, ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. എ ഇൻറ്റു ഇൻ്റഗ്രൽ, ഇതിൻ്റെ നമുക്ക് ഡെറിവേറ്റീവ് കിട്ടിയില്ലേ? ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കിട്ടിയില്ലേ? യെസ്, ആ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ax² + bx + c. ആ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് ഞാൻ എഴുതാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് മാർക്ക് നിങ്ങളുടെ പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. നോക്കെ, d/dx ഓഫ് ax² + bx + c നമ്മളിവിടെ കാണുമല്ലോ. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അതെന്ത് കിട്ടിയോ അത് ഡിവൈഡഡ് ബൈ ഈ റൂട്ട് ഓഫ് ax² + bx + c കണ്ടോ. ഇതിൻ്റെ dx പ്ലസ് b ഇൻറ്റു 1/√ ഓഫ് ax² + bx + c dx. പൊന്നു മക്കളെ, ഇതാണ് ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ. നന്നായിട്ട് ശ്രദ്ധിക്കുക. സാറ് പറയുന്നത് ഇങ്ങനത്തെ ഒരു റൂട്ട് ക്വസ്റ്റ്യൻ താഴെ പാർഷ്യൽ ഫ്രാക്ഷൻ പോലെ നമ്മളെ തോന്നിക്കുമെങ്കിലും ഒരു അടിയിൽ സ്ക്വയർ റൂട്ടും മേലൊരു ഇങ്ങനത്തെ px + q ഫോമും തന്നു കഴിഞ്ഞാൽ ആ തന്ന ക്വസ്റ്റ്യനിൽ ആദ്യം ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ A ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ അല്ല, ഡിനോമിനേറ്ററിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ പ്ലസ് ബി. ഇവിടുന്ന് എങ്ങനെ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി കണ്ടുപിടിക്കണം സാർ പറഞ്ഞുതരാം. എയുടെയും ബിയുടെയും വില കണ്ടുപിടിച്ച ശേഷം ഫൈനൽ ആൻസർ എഴുതാൻ ഇങ്ങനെ ചെയ്താൽ മതി. ഫൈനൽ ആൻസർ ഈക്വൽ ടു നമ്മൾ എ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, എ ഇൻറ്റു ഇൻ്റഗ്രൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, ദാറ്റ് ഡെറിവേറ്റീവ് ബൈ ഈ ക്വസ്റ്റ്യനിലുള്ള ഡിനോമിനേറ്റർ dx പ്ലസ് ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, ബി ഇൻറ്റു ഇൻ്റഗ്രൽ 1/ എവിടെ ഇതാ ഈ ഡിനോമിനേറ്റർ അതുപോലെ ഇതാ. ഈ ഡിനോമിനേറ്ററിൽ ഒരു മാറ്റവും വരുന്നില്ല. ശ്രദ്ധിച്ചോ. ഈ വീഡിയോ വീണ്ടും കണ്ടോ. നിങ്ങളുടെ മാർക്ക് കയ്യിൽ നിന്ന് പോവില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് മോഡലിനോ പ്രീ മോഡലിനോ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾ പെട്ടിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ കുട്ടികൾ വിട്ടിട്ടുണ്ട്. കഷ്ടമാണ്, ഔട്ട് ഓഫ് സിലബസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് സാർ തരുന്നത്. ഔട്ട് ഓഫ് സിലബസ് ഒന്നല്ല, ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. യെസ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ? 4x - 10 പറഞ്ഞേ ഇൻ്റഗ്രൽ 4x - 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x - 2 ഇൻറ്റു x - 3 അല്ലേ, റൂട്ട് ഓഫ്
എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഡി എക്സ്. അപ്പോൾ ഇതിനെ ഒന്ന് വൃത്തിയാക്കാം. ആ ഫോർമാറ്റിക്ക് എങ്ങനെ ആക്കുമെന്ന് പറയേ. 4x മൈനസ് 10 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ്. റൂട്ടുണ്ട് എക്സ് ഇൻറ്റു എക്സ് ഈസ് എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു മൈനസ് 3 മൈനസ് 3x മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2x മൈനസ് ഇൻറ്റു മൈനസ് 2 ഇൻറ്റു 3 6 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 6 2 ഇൻറ്റു 3 6 dx. ഓക്കെ, ഇതിനെ വേണ്ടി ഒന്നുകൂടി വൃത്തിക്ക് എങ്ങനെ എഴുതാം നമുക്ക്? എൻ്റെ പൊന്നു മക്കളെന്ന് പറയേ. 4x മൈനസ് 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഇവിടെ ഇരുന്നോട്ടെ. നോക്കിയേ, ഒരേ കോഎഫിഷ്യൻ്റ് ആണ്. 3 മിഠായി പ്ലസ് 2 മിഠായി 5 മിഠായി. ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടണം. ഇത് രണ്ടും ഒരേ ചിഹ്നമാണ്. മിഠായി എന്ന് സാറ് പറഞ്ഞത് എക്സിനെയാണ്. എക്സിനെ മിഠായി ആക്കി എടുക്കുക. 3x 2x എന്ന് പറയണ വരെ സാറ് 3x 2x എന്ന് എടുക്കുകയാണ്. സാറ് 3x 2x എന്ന് എടുക്കുകയാണ്. സോ 3xും 2xും കൂട്ടുമ്പോൾ എന്താ 5x ആ കിട്ടുക. ഒരേ ചിഹ്നമാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തു, എന്നിട്ട് ആ ചിഹ്നം അങ്ങോട്ട് ഇട്ടു. സെയിം ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് ആ ചിഹ്നം ഇട്ടാൽ മതി. ഇത് സെയിം ചിഹ്നമായതുകൊണ്ട് 3 2 5 ഇട്ടു. 3 മിഠായി പ്ലസ് 2 മിഠായി 5 മിഠായി എന്ന് പറയുന്ന പോലെ 3x പ്ലസ് 2x 5x ഇട്ടു. എന്തിന് കൂട്ടി? ഒരേ ചിഹ്നമാണെങ്കിൽ ആഡ് ചെയ്യാനാണ് സാർ പഠിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ചിഹ്നം തന്നെ ഇടുക. ഇത് ഇൻറ്റു അല്ല, സിംപ്ലിഫിക്കേഷൻ ആണ് അല്ലേ. പ്ലസ് 6 dx. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ രൂപത്തിലേക്കായി. കണ്ടോ, നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോർമുലയായി. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയതിൽ എന്താ പറഞ്ഞത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ, ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ കിട്ടിയാൽ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആ രൂപത്തിലായി. ഈ രൂപത്തിലായി പി എക്സ് പ്ലസ് ക്യൂ ബൈ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ തന്നാൽ, ഇത് പറ്റിക്കപ്പെടരുത്, പാർഷ്യൽ ഫ്രാക്ഷൻ അല്ല, സ്ക്വയർ റൂട്ട് തന്നാൽ. യെസ്, ഇത് തന്നാൽ നോക്ക്, ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ടിൻ്റെ അകത്തുള്ള സാധനം. റൂട്ടിൻ്റെ അകത്ത് എലിപ്പെട്ടിനകത്തുള്ള സാധനം എന്ന് ആലോചിച്ചാൽ മതി. എലിയാണ് മെയിൻ ആള്. അപ്പോൾ ക്യാപിറ്റൽ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ടിനകത്തുള്ള സാധനം പ്ലസ് ബി ചെയ്തിട്ട് എയുടെയും ബിയുടെയും വില നമുക്ക് കാണാം. അപ്പോൾ എന്താ ന്യൂമറേറ്റർ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ന്യൂമറേറ്റർ? നോക്ക് മക്കളെ, ന്യൂമറേറ്റർ എന്താ? 4x മൈനസ് 10 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ടിനകത്തുള്ള സാധനം ഏതാ നോക്കിയേ? റൂട്ടിനകത്തുള്ള സാധനം എന്താ? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 പ്ലസ് ബി. എന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കാണാനാണ് പറയുന്നത്. നമുക്ക് നോക്കിയാലോ? യെസ്, നോക്കാം. സോ 4x മൈനസ് 10 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു നമ്മുടെ ഡെറിവേറ്റീവ് കേട്ടോ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സാർ ബാഹുബലി കഥ പറഞ്ഞതുണ്ട് അല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഇവിടെ -5 പുറത്തെടുത്താൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. -5 പുറത്തെടുത്താൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അത് ഞാൻ എഴുതുന്നില്ല. 6ൻ്റെ ഡെറിവേറ്റീവ് വെറും കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്, അതും എഴുതുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് എയുടെയും ബിയുടെയും ഒക്കെ വില കാണാം. എങ്ങനെ കാണാം? ഒന്ന് നോക്കിക്കേ. 2a ഇൻറ്റു എക്സ് 2ax -5 ഇൻറ്റു എ -5 ഇൻറ്റു എ. നോക്കിയേ, -5 ഇൻറ്റു എ -5a പ്ലസ് ബി. ഇതെങ്ങനെയാണ് സാർ ഇനി എയുടെയും ബിയുടെയും വില കാണുക? ഞാൻ പറഞ്ഞുതരാം. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക. ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ മക്കളെ, സിമ്പിളാണ്. ഈ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടാൽ മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറ്റും. ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? 4. ഇവിടെ എക്സിന്റെ കൂടെ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ ഒന്നും ഇല്ലടപ്പാ, ഒട്ടി നിൽക്കുന്ന സാധനം, ഒട്ടി നിൽക്കുന്ന നമ്പർ. കോഎഫിഷ്യന്റ് എക്സിന്റെ കൂടെ ഇവിടെ ഒട്ടി നിൽക്കുന്നത് ആരാ? ഇവിടെ ഈ സൈഡ് ഈക്വൽ ടു ഇപ്പുറത്ത് എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്നത് 4 ആണ്. ഇവിടെ എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്നത് ആരാ? 2a. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്നത് 4 ആണ്, അവിടെ എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്നത് 2a ആണ്. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ 2 ഇങ്ങോട്ട് വരും. സോ a ഈസ് ഈക്വൽ ടു 4/2. നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. a2 കിട്ടി. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താൽ a കിട്ടി. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്ന, എക്സിന്റെ കൂടെ ഇവിടെ ആരോ ഒട്ടി നിന്നത് 4, ഇവിടെ എക്സിന്റെ കൂടെ ആരോ ഒട്ടി നിന്നത് 2a. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തപ്പോൾ വി ഗോട്ട് a. 4/2 = 2. വി ഗോട്ട് a. ഇനി b കിട്ടാൻ എന്ത് ചെയ്യും? b കിട്ടാൻ ഒന്നും ചെയ്യേണ്ട, വേറെ എക്സിന്റെ കോഎഫിഷ്യന്റ് കഴിഞ്ഞല്ലോ സാറേ. ഇനി എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടേംസ്. b കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടേംസ്. എന്താ കോൺസ്റ്റന്റ് ടേംസ് സാറേ? കോൺസ്റ്റന്റ് ടേംസ് എന്ന് വെച്ചാൽ എക്സും എക്സ് സ്ക്വയർ ഒന്നും ഇല്ലാത്ത, എക്സോ എക്സിന്റെ കുടുംബക്കാരോ ഇല്ലാത്ത ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ആണ് സാർ.
നോക്ക്, എയും ബിയും കണ്ടുപിടിക്കണം. എ കിട്ടാൻ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്, എക്സിൻ്റെ കൂടെ ഒട്ടി നിൽക്കേണ്ട എക്സ് സ്ക്വയർ, എക്സിൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്ന ആളുകളെ ഇക്വേറ്റ് ചെയ്തിട്ട് എ കണ്ടുപിടിച്ചു. ഇനി ബി കിട്ടാൻ കോൺസ്റ്റന്റ് ടേംസിനെ ഇക്വേറ്റ് ചെയ്യണം. എന്താണ് സാർ കോൺസ്റ്റന്റ് ടേംസ്? എക്സ് കൂടെ ഇല്ലാത്തവരെയാണ് കോൺസ്റ്റന്റ് എന്ന് പറയുക. എക്സ് കൂടെ ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് പറയുക? കോൺസ്റ്റന്റ്. അങ്ങനെയെങ്കിൽ ഈ ഒരു വലിയ ഇക്വേഷനിൽ എക്സ് കൂടി ഇല്ലാത്തത് ആരൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കി പറഞ്ഞേ. എക്സ് കൂടി ഇല്ലാത്തത് ഈ -10, എക്സ് ഇല്ലാത്ത ആളാണ്. -10 ഈസ് ഈക്വൽ ടു, നോക്കിയേ ഇവിടെ എക്സ് ഇല്ലാത്ത ആളാരാ നോക്കിയേ, ഇതിൽ എക്സ് ഉണ്ട്, ഇതിൽ എക്സിൻ്റെ എടുക്കണ്ട. -5a, -5aയിൽ എക്സ് ഇല്ല, അപ്പം അത് കോൺസ്റ്റന്റ് ആണ്. പിന്നെ നോക്കിയേ പ്ലസ് ബിയിലും എക്സ് ഇല്ല, അത് കോൺസ്റ്റന്റ്. ഇങ്ങനെയാണ് കോൺസ്റ്റന്റ് ടേംസിന് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടേംസ് എന്ന് വെച്ചാൽ എക്സ് തീരെ ഇല്ലാത്ത എല്ലാവരെയും നമ്മൾ നിരത്തുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പം നോക്കി എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 2 കിട്ടിയിട്ടുണ്ട്. എയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് തൊട്ട് മുന്നേ എ ഈക്വൽ ടു 2 എന്ന് കിട്ടിയിട്ടുണ്ട്. എ ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാ പ്ലസ് ബി. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് -10 ഈസ് ഈക്വൽ ടു -5 × 2 -10 പ്ലസ് ബി. ഈ -10 ഇങ്ങോട്ട് വരുമ്പോൾ +10 ആവും. സോ -10 + 10 ഈക്വൽ ടു ബി. -10 + 10 എന്ന് വെച്ചാൽ 0 ആണ്. 10 - 10 എന്താണ്? 0. സോ ബിയുടെ വാല്യൂ എന്താണ്? 0. ഇവിടെ ബി 0 ആവുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്. നമുക്ക് ഈ ഫോർമുലയിൽ ബി 0 ആയതുകൊണ്ട് അവസാന ഫൈനൽ ആൻസറിൽ നമുക്ക് ഈ തലവേദന ഒഴിവായി കിട്ടി. ബി 0 ആയതുകൊണ്ട് ഈ ഫോർമുലയിൽ നമുക്ക് ഫൈനൽ ആൻസർ, ഫൈനൽ റിസൾട്ട് ഇങ്ങനെ എഴുതണം. ഫൈനൽ റിസൾട്ട് ഇങ്ങനെ എഴുതേണ്ട അവിടുന്ന് ബി 0 ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ശരിക്കും അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? എന്താ സാർ എഴുതിയിരിക്കുന്നത്? ഫൈനൽ ആൻസർ എങ്ങനെ സാർ പറഞ്ഞു തന്നിരിക്കണമെന്ന് പറയാം മക്കള്. സാർ എന്താ ഫൈനൽ ആൻസർ പറഞ്ഞത്? px + q √ ax² + bx + c രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ സാറ് ആൻസർ ചെയ്തേണ്ടത് നിങ്ങൾ കണ്ടുപിടിച്ച എ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് വേറെ സ്റ്റെപ്പാണ്. ന്യൂമറേറ്റർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ a × d/dx ഓഫ് റൂട്ടിനകത്തുള്ള സാധനം പ്ലസ് ബി. സാർ എയും ബിയും കണ്ടുപിടിച്ചു. ഫൈനൽ ആൻസർ ചെയ്തേണ്ടത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ a × എന്താ സാർ പറഞ്ഞത്? ഇൻ്റഗ്രൽ ഓഫ് ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. d/dx ഓഫ് ax² + bx + c ബൈ, ഈ താഴെയുള്ളത് അതുപോലെ എഴുതാം, ഈ ന്യൂമറേറ്ററിലുള്ളത് നമുക്ക് അതുപോലെ, ഡിനോമിനേറ്ററിലുള്ളത് അതുപോലെ എഴുതാം. √ax² + bx + c കേട്ടോ. പിന്നെ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് dx വേണം, പ്ലസ് b × ഇൻ്റഗ്രൽ 1/√, ഇതേ സാധനം ഡിനോമിനേറ്ററിൻ്റെ അതേ സാധനം ax² + bx + c dx. ഇവിടെ നമുക്ക് ഗുണമായത് എന്താ? ഇവിടെ നമുക്ക് ഇതേ സാധനം, സെയിം സാധനമാണ് ഇവിടെയും. ഇവിടെ ഗുണമായത് എന്താ? ഇവിടെ നമുക്ക് b0 കിട്ടി. ഇവിടെ നമുക്ക് b0 കിട്ടിയത് കൊണ്ട് ഈ സാധനം നമുക്ക് b0 കിട്ടി. ഇവിടെ നമുക്ക് b എന്ത് കിട്ടി? 0 കിട്ടി. b0 കിട്ടിയതുകൊണ്ട് ഈ സാധനത്തിനെ കുറിച്ച് ഇനി ബോധറേണ്ട. ഈ ക്വസ്റ്റ്യൻ നാളെ വരും, എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നോക്കിയോ, എയുടെ വാല്യൂ എന്താ കിട്ടിയിരിക്കുന്നത്? നമുക്ക് എ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? സാർ ഇതാ കണ്ടുപിടിച്ചത്, a = 2 ആണ് സാർ. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 2 × ഇൻ്റഗ്രൽ, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടിയിരിക്കുന്നത്? d/dx ഓഫ് ഇതാ സാർ, d/dx ഓഫ് ആ സാധനം റൂട്ടിനകത്തുള്ള സാധനത്തിൻ്റെ ഡെറിവേറ്റീവ്, d/dx ഓഫ് റൂട്ടിനകത്തുള്ള സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എത്ര കിട്ടുന്നത്? 2x - 5. നോക്കിക്കോ, d/dx ഓഫ് റൂട്ടിനകത്തുള്ള സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എത്രയാ? 2x - 5. 2x - 5. അപ്പോൾ 2x - 5 ഇട്ട് നോക്കടാ, അവിടെ അപ്പം എന്തിട്ടു? 2x - 5 ഡിവൈഡഡ് ബൈ √ax² + bx + c എന്ന് പറയുന്നവിടെ നമുക്ക് എന്താ സാധനം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? ഇതാ ax² + bx + c എന്ന് പറയുന്നവിടെ നമുക്ക് തന്നിട്ടുള്ള സാധനം x² - 5x + 6. ax² + bx + c എന്നുള്ളവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് x² - 5x + 6, x² - 5x + 6 dx. b ഇല്ലാത്തത് കൊണ്ട് 0 × എനി നമ്പർ, 0 × ഇൻ്റഗ്രൽ 1/√, ഈ സാധനം തന്നെ എഴുതി, x² - 5x + 6 dx. നിങ്ങളുടെ മാർക്ക് പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് സാർ ഇത്രയും സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് 0 ആയി പൊക്കോളും, ഇത് 0 ആയി പൊക്കോളും. ലോങ് ആൻസർ ടൈപ്പാണ്, 4 മാർക്ക് കളയണ്ട. സോ സിമ്പിളാണ്. നാളെ ചോദ്യം വന്നാൽ എൻ്റെ മക്കളെല്ലാവരും എഴുതും. ഓക്കെ, പിന്നെ ഇത് മാത്രം ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? അപ്പുറത്തെ പേജിലേക്ക് എഴുതാം. 2 × ഇൻ്റഗ്രൽ 2x - 5 ഡിവൈഡഡ് ബൈ √ എന്താ അടിയിൽ? x² - 5x + 6 dx. x² - 5x + 6 dx. ഇത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ.
ഈ റൂട്ടിനകത്തുള്ള സാധനത്തിന് സാർ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞതും അടുത്ത വീഡിയോയിൽ സാറ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു വീഡിയോ ഒക്കെ ഇടാം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ? ഈ റൂട്ടിനകത്തുള്ള സാധനത്തിന് പുട്ട് ടി കൊടുക്ക്. പുട്ട് ടി ഈസ് ഈക്വൽ ടു റൂട്ടിനകത്തുള്ള സാധനത്തിന് ടി കൊടുത്തപ്പോൾ വാട്ട് ഈസ് ഡി ടി ബൈ ഡി എക്സ് ഒന്ന് പറഞ്ഞേ. ഡി ടി ബൈ ഡി എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. 5 പുറത്തെടുത്താൽ എക്സിൻ്റെ 1 ആണ്, 6ൻ്റെ 0. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു 2x മൈനസ് 5. ഈ ഡി എക്സ് അങ്ങോട്ട് പോകും. സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്രയും ലെങ്തി കണക്കായതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നാളെ പണി വരുമ്പോൾ എൻ്റെ മക്കൾ തെറ്റിക്കരുത്. ഓക്കെ. സോ പുറത്ത് എന്തുണ്ട്? പുറത്തൊരു 2 ഉണ്ട്. മറ്റേ എയുടെ വാല്യൂ 2 ഇൻറ്റു ഇതിന് പുട്ട് ടി ഈക്വൽ ടു ചെയ്തതിന് 2 കൊടുത്തിട്ടുണ്ട്. ഈ സാധനത്തിന് എന്ത് കിട്ടി നോക്ക്? 2x മൈനസ് 5 ഡി എക്സ്. ഇതാ 2x മൈനസ് 5 ഡി എക്സിന് ഡി ടി ആണ് സാർ. സോ 2x മൈനസ് 5 ഡി എക്സ് എന്ന് വെച്ചാൽ ഡി ടി ആണ് സാർ. സോ ഞാനതിന് ഡി ടി തന്നെ കൊടുത്തു. ബൈ താഴെ റൂട്ട് ഉണ്ട്. ഈ അകത്തുള്ള സാധനത്തിന് ഞാനിവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ടി ആണ് സാർ. ഈ അകത്തുള്ള സാധനത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നത് ടി ആണ് സാർ. ടി ആണ് സാർ. സിമ്പിൾ ലോജിക്. സംഭവം കഴിഞ്ഞു. ഇനി എങ്ങനെ കിട്ടും നമുക്ക്? 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഈ റൂട്ട് ടി എന്ന് വെച്ചാൽ നമുക്കറിയാം ടി റേസ് ടു ഹാഫാ. ഈ ടി റേസ് ടു ഹാഫ് മുകളിൽ വരുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ടി റേസ് ടു മൈനസ് ഹാഫ്. ടി റേസ് ടു മൈനസ് ഹാഫ്. ടി റേസ് ടു മൈനസ് ഹാഫ് എന്താ? എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ. എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. സോ 2 പുറത്തുണ്ട്. ഇതിൻ്റെ ഇൻ്റഗ്രൽ ടി റേസ് ടു മൈനസ് 1 ബൈ 2 പ്ലസ് 1 എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. 1 അര പോയാൽ അരയാണെന്ന് എല്ലാവർക്കും അറിയാം. 1 അര പോയാൽ അരയാണെന്ന് എല്ലാവർക്കും അറിയാം. സോ 2 പുറത്തുണ്ട്. പുറത്ത് ടി റേസ് ടു 1 അര പോയാൽ 1 മാർക്കിന് 1/2 മാർക്ക് പോയാൽ ആരാ? ടി റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിയേ 1 അര പോയാൽ എന്താ? അര. പിന്നെ ഡിനോമിനേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൽ ഒരു സാധനം വന്നാൽ അത് എവിടെ വരും? ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൽ ഒരു സാധനം വന്നാൽ ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ ഈ 2 കൂടി മുകളിലേക്ക് കയറിയിട്ട് ഈ 2 ഇൻറ്റു 2 എന്താവും? 4 ആവും. ഈ ഡിനോമിനേറ്ററിലേക്ക് ഒരു സാധനം ഡിനോമിനേറ്ററിലുള്ള ഒരു സാധനം മുകളിൽ വരും. 2 ഇൻറ്റു 2 എന്തായി? 4 ആയി. 4 ഇൻറ്റു ടി റേസ് ടു ഹാഫ്. ടി റേസ് ടു ഹാഫ് എന്ന് വെച്ചാൽ റൂട്ട് ടി ആണ്. ടി റേസ് ടു ഹാഫ് എന്ന് വെച്ചാൽ റൂട്ട് ടി ആണ്. അപ്പോൾ 4 റൂട്ട് ടി പ്ലസ് സി എന്ന് എഴുതാം. 4 റൂട്ട് ടി പ്ലസ് സി എന്ന് എഴുതാം. ഉത്തരം 4 റൂട്ട് ടി പ്ലസ് സി എന്ന് എഴുതാം. 4 റൂട്ട് ടി പ്ലസ് സി എന്ന് എഴുതാം. പക്ഷെ ടി എന്താണെന്ന് നമുക്കറിയാലോ. എന്താണ് ടി? എന്താ ടി? ഒന്ന് നോക്കിയേ. ഇതാ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 പ്ലസ് സി. പൊന്നു മക്കളെ 10-20 മിനിറ്റ് കളഞ്ഞാലും ഇതൊരു മുതലല്ലേ? എഗ്രി ചെയ്യണമെങ്കിൽ തംസപ്പ് ഇടുക. വീഡിയോൻ്റെ താഴെ നന്നായിട്ട് പഠിക്കും.